welcome back to my YouTube channel once again. And ആരും എൻ്റെ തമ്മിൽ കണ്ട് പേടിക്കണ്ട. ആക്ച്വലി എന്താന്ന് വിചാരിച്ചാല് ഞാൻ ഒരു ക്വാറന്റൈനിലായിരുന്നു. അപ്പോൾ ഹോം ക്വാറന്റൈനിൽ അതിലെടുത്ത് കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ അതിന്റെ ഒരു എന്താ പറയാ കുറച്ച് വീഡിയോ ഡേയിൽ ഷൂട്ട് ചെയ്തതിന്റെ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സോ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും പ്രതിസന്ധികൾ ഉണ്ടായാലും സങ്കടങ്ങളൊക്കെ ഉണ്ടായാലും എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഐ ആം പോസിറ്റീവ് എന്ന് പറഞ്ഞ് തമ്മിൽ വിട്ടിരുന്നത്. സോ ഞാൻ പോസിറ്റീവ് ആയിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയാ ബോറടി ഒന്നും തോന്നിയില്ല. അടിപൊളിയായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒന്നും ചെയ്യാതെ കുറച്ച് ദിവസം ഇരിക്കാൻ പറ്റി. അപ്പൊ നിങ്ങൾ പോയി ആ വീഡിയോ കണ്ടിട്ട് വാ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈൻഡ് ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബ് ചാനൽ. നിങ്ങൾ വിചാരിക്കും ഇന്നെന്താ ഇവന്റെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ലാത്ത മൊത്തത്തിൽ ഇരുന്നിരിക്കുന്നത്. ആക്ച്വലി ശരിയാണ്, ഞാനിപ്പോൾ ഹോം ക്വാറന്റൈനിലാണ്. എന്താണെന്നൊക്കെ ഞാൻ പറയാം. ബിഫോർ ദാറ്റ് ഈ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ, വലിയ ബുദ്ധിമുട്ടാണ് വീട്ടിലിരിക്കാൻ സംസാരിക്കാൻ. നമ്മുടെ സ്പെക്സ് കിട്ടുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാതെ. അപ്പോൾ ഞാനിപ്പോൾ ഹോം ക്വാറന്റൈനിലാണ്. അതായത് എൻ്റെ പാപ്പൻ്റെ വീടിൻ്റെ മണ്ടയിലാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഗോഡൗൺ പോലെ യൂസ് ചെയ്യുന്ന പ്ലേസ് ആണ്. ബട്ട് ഇവിടെ ഫുൾ ക്ലീൻ ചെയ്തിട്ട് എനിക്ക് വേണ്ടി ഹോം ക്വാറന്റൈൻ അവർ ഒരുക്കി തന്നെ. നിങ്ങൾ ഓർക്കും ഇവൻ ഹോം ക്വാറന്റൈനിൽ പോകാൻ ഈ കൊറോണയെ പിടിച്ച് അവിടെ പോയതാണല്ലേ. ആക്ച്വലി ഞാനൊരു ഔട്ട്സൈഡ് കേരള ഒരു ഇതിന് പോയിരുന്നു. ഡയമണ്ട്സിൻ്റെ കോളേജിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ലൈബ്രറീസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ 7 days ക്വാറന്റൈനിലാണെങ്കിൽ അതിനുശേഷം ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ പുറത്തിറങ്ങുള്ളൂ. സോ അപ്പോൾ ഈ ഒരു 7 days എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ ഇടുന്നത്. ഹോപ്പ് യു വിൽ എൻജോയ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം രാവിലെ 7 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. അവർ ഫുഡ് കൊണ്ട് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയാലോ. അപ്പോൾ ഇതാണ് ഇന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതെന്തോന്ന് മർഫി എന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് എനിക്ക് ചായ കുടിക്കാം. മർഫി ഉണ്ട്, അതേപോലെ തന്നെ ഇതുണ്ടോ നമ്മുടെ മറ്റേ അട, അതുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമുക്ക് കഴിക്കാം. അവിടെ ചായ ഉണ്ട്. പിന്നെ ഞാൻ അവരോട് എൻ്റെ തലവെണ്ണ കൊണ്ടുതരാൻ പറഞ്ഞു. നല്ല പഞ്ഞി പോലത്തെ തലവെണ്ണ, അതാണ് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പം അവർ തലവെണ്ണ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൊണ്ട് പോവാം. ഈസ് മൈ റൂം. ഞാൻ നിങ്ങളെ റൂമൊക്കെ കാണിച്ചു തരാം. ഇവിടെ ചെറിയൊരു ഗോഡൗൺ പോലെയാണ്. ആക്ച്വലി ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ മൊബൈലിൽ തന്നെയാണ്. ഞാൻ നോർമലി ഷൂട്ട് ചെയ്യുന്ന മൊബൈലിലല്ല ഇന്ന് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി ഇഷ്യൂസൊക്കെ ഫീൽ ചെയ്യും. സോ പ്ലീസ് കോപ്പറേറ്റ്, ബിക്കോസ് ഈ ഒരു ക്വാറന്റൈൻ കണ്ടീഷനിലായതുകൊണ്ട് നമുക്ക് വേറൊരാളുടെ മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതാണ് എൻ്റെ ബെഡ്റൂം. ആൻഡ് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്, ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇതൊരു വിൻഡോയാണ്. ഈ വിൻഡോ തുറന്നുണ്ടല്ലോ കിടക്കാച്ചി കാഴ്ചയൊക്കെ കാണാം. ആൻഡ് ആക്ച്വലി ഭയങ്കര മഴയാട്ടോ. ഇവിടെ മഴ തുടങ്ങിയിട്ടുണ്ട്. ഇത് മഴയൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ എൻജോയ് ചെയ്തിരിക്കാം. ആക്ച്വലി ബോറൊന്നും അടിയല്ല, നല്ല ഗ്രീനറി കാണാം. അതുണ്ടോ ആ മേളിൽ കാണുന്നതാണ് എൻ്റെ വീട്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പാപ്പൻ്റെ വീട്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഹോം ക്വാറന്റൈനിൽ ഇരുന്നത്. ഇനിമേ പൊളിയാണ്. വീട് കാണാതെ ക്വാറന്റൈൻ ഇരിക്കേണ്ട അവസ്ഥ എനിക്ക് വന്നു. പിന്നെ എനിക്ക് ഉള്ള സാധനങ്ങളൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടോ, ഒരു ഫുള്ള് വെള്ളമുണ്ട്, ഇഞ്ചിയൊക്കെ ഇട്ടത്, ഓറിയോ ബിസ്ക്കറ്റ്, ക്രീം, ചീപ്പ്, കണ്ണാടി, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ക്വാറന്റൈന് വന്നത്. എനിവേ അപ്പോൾ അതൊക്കെ കഴിച്ച് നമുക്ക് ഇവിടെ ഇരിക്കാം. അപ്പോൾ ഇത് ലഞ്ച് എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഇതെൻ്റെ ബാഗാട്ടോ, ഞാനത് കൊണ്ടുപോയിട്ടില്ലായിരുന്നു. പിന്നെ ഒരു ബുക്കും പേനയും വേണമെന്ന് പറഞ്ഞു. നമുക്ക് ചുമ്മാ എന്തെങ്കിലുമൊക്കെ എഴുതി കുത്തിപ്പറിച്ചുകൊണ്ടിരിക്കാമല്ലോ, അതിനു വേണ്ടി കൊണ്ടുവന്നതാണ്. നമുക്ക് ഇന്ന് ചോറിന് എന്താ നോക്കാം. വാവ്, നല്ല ചോറും മീൻകറിയും കടലക്കറിയാണ്. അപ്പം എനിവേ ഇന്ന് സാപ്പിട്ടിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള മയക്കത്തിലേക്ക് പോകാം. ആക്ച്വലി വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ആയി. ഇല്ല, അങ്ങനെയൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടി കേട്ടോ. എനിവേ നമുക്ക് ഫുഡ് അടിക്കാം. ഹിയർ കംസ് ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് ഫുഡ് ആയിട്ട് ആട് വരുന്നുണ്ട്. ഞാനപ്പോൾ ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് വീക്ഷിക്കുകയാണ്. അടിപൊളി. മാസ്ക് ഒക്കെ വെച്ചാണ് വരുന്നത്. ആക്ച്വലി എന്നെ പേടിയാണ്, എനിക്കും പേടിയാണ്. സോ they are coming with the tea, I guess.
കൈക്ക് പൊക്കി കാണിക്കുന്നുണ്ട്. ആൻഡ് യു ക്യാൻ സീ കുറേ കിളികളുടെ കലവിലപ്പൊക്കെ ഇവിടെ കാണാം. ഇതാട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ. ഇവിടെ ഈ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന വ്യൂ. നെക്സ്റ്റ് സെറ്റ് ഓഫ് ഫുഡ്, ചിപ്സും ടിഗ്രസ്കും കട്ടൻ കാപ്പിയും. അപ്പം നമുക്കിത് പിടിക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നെന്താ നമുക്ക് നോക്കാം. കപ്പയും മീൻകറിയാണ്, അതേപോലെ തന്നെ ചായ ഉണ്ട്. അപ്പം നമുക്കിത് കഴിക്കാം. Everyone, and finally I am out of my home quarantine and ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എൻ്റെ റിസൾട്ട് വന്നു നെഗറ്റീവാണ്. റിയലി ഹാപ്പി. വലിയ സിംറ്റംസ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് നല്ല ഹാപ്പി ആയിരുന്നു. ഇനി റിസൾട്ട് വന്ന് നെഗറ്റീവായി. അതേപോലെ തന്നെ എന്താ പറയുക, ബാക്കിയുള്ള ദിവസത്തെ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഡേ 1 ഉം 2 ആണെന്ന് തോന്നുന്നു കാണിച്ചത്. ബാക്കി ദിവസങ്ങളിലെല്ലാം ഈ സെയിം കാര്യങ്ങൾ തന്നെയായിരുന്നു നടക്കുന്നത്. സോ ഞാൻ അതിനൊന്നും ഷൂട്ട് ചെയ്തില്ല. ആൻഡ് ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് വീഡിയോ. അതുകൊണ്ടാണ് നമ്മൾ കുറേ നാൾ വീഡിയോ ചെയ്യാത്തത്. ഈ ഒക്കെ ഒരു കുറച്ച് ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. ആൻഡ് ന്യൂ വീഡിയോസുമായി നമ്മൾ വീണ്ടും തിരിച്ചെത്തുന്നതായിരിക്കും. Till then, if you like my video, please like, share and subscribe to our channel. And Bed Coffee, നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം മറക്കണ്ട, എല്ലാവരും പോയി കാണണം. ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. And thank you for watching. Stay tuned for more videos. Tata!